നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. അപ്പം നമ്മളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, സായിപ്പ് അത്ര വെടിപ്പുള്ളതാണോ? കാരണം ഇപ്പോൾ യൂറോപ്പിൽ പല ഭാഗങ്ങളിൽ നമ്മൾ കാണുകയാണ്, പല കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുകയാണ്. അത് പ്രത്യേകിച്ച് ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നു, അതിനെ തുടർന്നുണ്ടായിട്ട് അവിടെയുള്ള ഏരിയ മുഴുവൻ അടിച്ചു തകർക്കുന്നു. കലാപം, അതായത് വീടുകൾ കത്തിക്കുക, കുട്ടികളെ തല്ലുക, അങ്ങനെ വീടുകളിൽ നിന്ന് ആളുകളെ വലിച്ചിറക്കുക, വാഹനങ്ങൾ കത്തിക്കുക, അങ്ങനെയുള്ള ഒരു 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 എന്താ പറയുന്നത്, വളരെ പ്രത്യേക സാഹചര്യം യൂറോപ്പിൽ മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പറയുന്നത്, ഈ ബെൽഫാസ്റ്റിൽ നോർത്തേൺ അയർലൻഡിൽ നടന്നിരിക്കുന്ന ഈ ഒരു സംഭവവികാസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു ജനകീയ പ്രതിഷേധമാണോ, അതോ എന്തെങ്കിലും പ്രത്യേക സംഭവവികാസത്തോട് ഉണ്ടായപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണമാണോ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാരണം അയർലൻഡിൽ കുറേ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ റേഷ്യൽ അബ്യൂസ്, അതായത് വർണ്ണവെറി എന്നൊക്കെ പറയും. അതായത് ആളുകളെ സായിപ്പ് അത്ര മോശക്കാരനൊന്നും അല്ല എന്ന് ചിന്തിക്കൊന്നും വേണ്ട. ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം മുഴുവൻ ഭരിച്ചവരാണ് ഈ സായിപ്പ്മാർ. അതെങ്ങനെയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊക്കെ പറയും. മോശക്കാരൊന്നും അല്ല അവർ. ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു തമാശയൊക്കെ പറയുമായിരിക്കും. അതായത് ബോട്ടിൽ കയറി വന്നു, അല്ലെങ്കിൽ ഇന്ന ചില ആളുകൾ ചില കോളനിയാക്കി, അതിനോടുള്ള ഒരു പ്രതികരണമാണ് ഈ കലാപം എന്നൊക്കെ. എല്ലാ കലാപങ്ങളും അങ്ങനെ ആകണമെന്നില്ല. ചില കലാപങ്ങൾ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ ലണ്ടനിലൊക്കെ ചില ഭാഗത്ത് ഒരു പക്ഷേ നമുക്കങ്ങനെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും. കാരണം ഒരു ജനങ്ങളുടെ സ്വാഭാവിക പ്രതികരണമാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകൾ വന്ന് അവിടെ ആ ഏരിയ അലമ്പാക്കുമ്പോൾ പ്രതികരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അയർലൻഡിലെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊരു മാഫിയ സംഘടനമായി മാറിയിരിക്കുകയാണ്. മാഫിയ കൂട്ടുകെട്ട്. അതായത് അമേരിക്കയിലേക്ക് നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന ഒരു വാക്കാണ് റഷ്യൻ മാഫിയ, ഇറ്റാലിയൻ മാഫിയ, ഐറിഷ് മാഫിയ. അതായത് ഒരു പ്രദേശം മുഴുവൻ അവരങ്ങനെ കൈയടക്കി വെക്കുക. ഇവിടേക്കുണ്ട്, അടുത്ത ഏരിയയിലേക്കുണ്ട്. ഒരു പ്രദേശം മുഴുവൻ അവർ കൈയടക്കി വെക്കുകയാണ്. ആ പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങൾ, അവിടുത്തെ സ്കൂളുകൾ, അവിടുത്തെ വീടുകൾ, റിയൽ എസ്റ്റേറ്റ് എല്ലാം അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടുത്തെ കടകൾ പോലും എപ്പോൾ അടയ്ക്കണം, തുറക്കണമെന്ന് അവിടുത്തെ ഈ മാഫിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് തീരുമാനിക്കുന്നത്. അവർക്കൊരു ഹഫ്ത അല്ലെങ്കിൽ ഒരു തുക കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നടന്നു പോവുകയുള്ളൂ. ഈ കാര്യങ്ങൾ, ഈ മാഫിയയ്ക്ക് പിടി വേണമെങ്കിൽ അവിടെ ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായേ പറ്റൂ. കാരണം ഇതുപോലുള്ള ചില കൂട്ടക്കൊല, കൊള്ളിവെപ്പ്, ഈ സംഭവങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഈ മാഫിയയ്ക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ, ജനങ്ങളെ മനസ്സിലേക്ക് ഇറങ്ങിച്ചേരുള്ളൂ. കാരണം ഞങ്ങളാണ് ഈ പറയുന്ന ഏരിയയുടെ തലവനെന്ന് അവർക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം പുറത്തു വരുന്നതെന്ന് പറയുന്നത്, ബെൽഫാസ്റ്റിൽ നടന്നിരിക്കുന്ന ഇതൊരു ഇത്തരത്തിലുള്ള ഒരു പിടിമുറുക്കാനുള്ള ശ്രമമാണ്. കാരണം ഈ മാഫിയയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഏരിയ മുഴുവൻ പിടിച്ചടക്കുക, പിന്നെ അവിടെയുള്ള മയക്കുമരുന്നിൻ്റെ വ്യാപാരം, പിന്നെ അവിടെയുള്ള പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ, പലതരത്തിലുള്ള രണ്ടാം തരത്തിലുള്ള എല്ലാ ബിസിനസ്സുകളും കൈകാര്യം ചെയ്യുക. അവരുടെ പിടി മുറുകുമെന്ന്, അതായത് അവരുടെ പിടി പയ്യെ പോകുമെന്ന് അറിയുന്ന കുറേ മാഫിയകളും ഇതിനിടയ്ക്കുണ്ട്. എല്ലാ തരത്തിലുള്ള ഈ സംഘടനകളെയും നമ്മൾ പറയരുത് ഇത് ഇമിഗ്രേഷൻ അഗെയിൻസ്റ്റ്, കുടിയേറ്റത്തിനെതിരായിട്ടുള്ള സായിപ്പ്മാരുടെ സ്വാഭാവിക പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ പോലും പലതും ഇത്തരത്തിലുള്ള മാഫിയയുടെ പിടിമുറക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമം തന്നെയാണ്. അവർക്ക് അങ്ങനെ വെള്ളക്കാരൻ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അവർക്ക് അവരുടെ കാര്യം നടക്കണം. അവർക്ക് അവരുടെ മയക്കുമരുന്നായാൽ പോലും, സ്ഥലക്കച്ചവടങ്ങളായാൽ പോലും, വ്യവസായങ്ങളായാൽ പോലും നടന്നേ പറ്റും. ഇപ്പോൾ ഈ എത്ര ശുഭകരമായ സൂചനയല്ല യൂറോപ്പിൽ നിന്ന് കടന്നു വരുന്നത്. കാരണം യൂറോപ്പിൽ ഒരേ സമയത്ത് വർണ്ണം, അതായത് ഈ പറയുന്ന മാഫിയകൾ പിടിമുറക്കുന്നു ഒരു സ്ഥലത്ത്, മറ്റേ വശത്ത് പറയുന്ന ഇതുപോലുള്ള പല പാർട്ടികളും പിടിമുറക്കുന്നു. മലയാളിയൊന്നല്ല, ആരുടെയും ജീവിതം അത്ര സുഖകരമാവാൻ പോകുന്നില്ല. ഇവിടെയൊക്കെ നമുക്കറിയാം, സായിപ്പ്മാരെ മനസ്സുകൊണ്ടൊക്കെ സായിപ്പ്മാർ ശരിയാണ്, നമ്മളൊക്കെ ചിരിച്ച് കാണിച്ചാൽ പോലും ഉള്ളുകൊണ്ട് അവർ ചെറുതായിട്ടൊക്കെ നമ്മളോടൊക്കെ ചെറു ദേഷ്യമൊക്കെ ഉണ്ട്. പലരും പുറത്ത് കാണിക്കില്ല എന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുമ്പോൾ അവർ പുറത്ത് കാണിക്കുന്നുണ്ട്. കാരണം അവരുടെ മനസ്സിലുമുണ്ട് ഈ വർണ്ണവെറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത്, ഈ ബെൽഫാസ്റ്റ് സംഭവം, ഇതുമായി നിങ്ങൾ ദയവ് ചെയ്ത് ഒരുപാട് പേര് പറയുമായിരിക്കും ഇത് ഒരു സ്വാഭാവിക പ്രതികരണമാണ്. ഇതൊന്നുമല്ല. ഇതിൻ്റെ പുറകിൽ ഒരു പക്ഷേ എൻ്റെ അറിവ് പ്രകാരം, ഞാൻ അതിൻ്റെ ക്ലോസ് ഇൻഫർമേഷൻ കിട്ടിയതിൽ പ്രകാരം, ഇത് മാഫിയാണ്. മാഫി പിടിമുറക്കുകയാണ് യൂറോപ്പിൻ്റെ പല പ്രദേശങ്ങളിലും ഈ മാഫിയ. കാരണം അവർക്ക് വരുമാനം നിന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മാത്രമേ നിന്ന് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാം അങ്ങനെയല്ല.
അപ്പോൾ ഇതൊരു സുഡാനിയെ, ഒരു പക്ഷെ സുഡാനിയെ തന്നെ പോലും അവർ ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിനെ ഊതി വീർപ്പിച്ച് കത്തിക്കുക, വേറെ ഒന്നുമില്ല. ഒരു സുഡാനി ഒരുത്തൻ കയറി ഒരാളെ കുത്തിയപ്പോൾ അതിനെ അവരെ വസൂലാക്കി ആ ഏരിയ മുഴുവൻ കത്തിച്ചു. ഇനി അവിടെ അടുത്ത 5 വർഷത്തേക്ക് അവർക്ക് മാഫിയൊക്കെ അവിടെ ഭരിക്കാം, അവരാണ് തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവിധ കലാപങ്ങളുടെയും പുറകിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഇമിഗ്രേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സമരമല്ല. ഇനിയും എന്താ പറയുന്നത്, അങ്ങനെ വിചാരിച്ചുകൂടെ പേടിച്ചിരിക്കുകയൊന്നും വേണ്ട. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമൊന്നുമല്ല. ഇതൊരു കൂട്ടം ആളുകൾ സംഘടിതമായിട്ട് ആസൂത്രണമായിട്ട് അവർ പ്ലാൻ ചെയ്ത ഒരു കലാപം തന്നെയാണ്. ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു. ഒരുപാട് ചെറിയ കുട്ടികൾ പോലും പോലീസ് വണ്ടിയിൽ അഭയം പ്രാപിച്ചു എന്ന് പറയുന്നത്. കാരണം പോലീസുകാർ പോലും ഒന്നും ചെയ്യുന്നില്ല. കാരണം പോലീസുകാർക്ക് ഒരു പേടിയാണ് ഇവിടെ കൊണ്ട് M18 ഗ്യാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗ്യാങ്ങുകളുണ്ട്, ഗ്യാങ് വാറുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ചെയ്യാനൊന്നും പോവില്ല, അവർക്ക് ഇതൊരു വിഷയമൊന്നുമല്ല. അപ്പം യൂറോപ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നെല്ലാവരും മനസ്സിലാക്കുക. അത്ര വെടിപ്പല്ല സായിപ്പ്.